മകളെ കാണാൻ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും കൂടെ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ മകളെ കാണാൻ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് അച്ഛനും അമ്മയും രാത്രി 10 മണിയോടെ എത്തുകയാണ്. മകളുടെ റൂമിൻ്റെ വാതിൽ തുറന്നതും പിന്നെ ആ അച്ഛൻ ഒരു സ്റ്റെപ്പ് പോലും അകത്ത് കയറിയില്ല. അയാൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. എന്തിനാണ് ആ അച്ഛൻ ഓടിയത്? എന്താണ് അവിടെ വന്നത്? നമുക്ക് ആ ഒരു സംഭവത്തിലേക്ക് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. നേപ്പാളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അഞ്ജന ജനിക്കുന്നത് നേപ്പാളിലാണ്. കാണാൻ നല്ല സുന്ദരി കുട്ടി, ആര് കണ്ടാലും നോക്കിപ്പോകും. പഠിക്കാനും മിടുക്കി, എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന പ്രകൃതം. +1 പഠിക്കുമ്പോൾ അഞ്ജനയുടെ ക്ലാസ്സിലെ പ്രജ്വലുമായിട്ടാണ് അഞ്ജനയ്ക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നത്. ആ ഒരു സൗഹൃദം പിന്നീട് ഇവർ തമ്മിലുള്ള ഇഷ്ടത്തിലോട്ട് മാറുകയാണ്. പഠനം കഴിഞ്ഞ ശേഷം 2 വീട്ടിലും ഇതൊക്കെ അറിയിച്ചെങ്കിലും 2 വീട്ടുകാർക്കും ഇവരുടെ ഈ ബന്ധം താല്പര്യമില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കാസ്റ്റ്. 2 പേരും 2 കാസ്റ്റാണ്. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ ഇവർ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് പ്രജ്വലിൻ്റെ ചേട്ടൻ ഉജ്ജ്വൽ ഇതറിഞ്ഞ് ഇവരുടെ കല്യാണം മുന്നിട്ട് നിന്ന് നടത്തി കൊടുക്കുന്നത്. കല്യാണം കഴിഞ്ഞ് അഞ്ജനയും പ്രജ്വലിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ പ്രജ്വലിൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ ഉജ്ജ്വൽ, അയാളുടെ ഭാര്യയും ചെറിയ മോനുമാണ് താമസിക്കുന്നത്. ആദ്യം ഒന്നും അഞ്ജനയെ ഉൾക്കൊള്ളാൻ പ്രജ്വലിൻ്റെ വീട്ടുകാർക്ക് ഇത്തിരി മടിയായിരുന്നു. എന്നാൽ ക്രമേണ അയാളുടെ അച്ഛനമ്മമാര് സ്വന്തം മോളെ പോലെ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. പ്രജ്വലിൻ്റെ ചേട്ടൻ ഉജ്ജ്വലും ഭയങ്കര ആക്റ്റീവ് ക്യാരക്ടറായിരുന്നു. അയാൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാനാണ് എപ്പോഴും ഇഷ്ടം. ഇവരെല്ലാം കൂടി ഒരുമിച്ച് പുറത്തൊക്കെ കറങ്ങാൻ പോകും, പുറത്ത് പോയി ഫുഡ് കഴിക്കും. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ആ കുടുംബം. അഞ്ജനയ്ക്കാണേലും ഭയങ്കര സന്തോഷം. കാരണം എല്ലാവരും അവളെ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇത്ര നല്ല ഒരു കുടുംബത്തിൽ വന്നതിൻ്റെ സന്തോഷം വേറെ. പ്രജ്വലിനും ഒരു നല്ല കമ്പനിയിൽ ജോലിയൊക്കെ കിട്ടുകയാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അഞ്ജനയ്ക്ക് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. പ്രജ്വലിൻ്റെ കുടുംബം അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അവർ തന്നെ വീടിനടുത്ത് ഒരു ബ്യൂട്ടി പാർലർ ഇട്ടുകൊടുത്തു. ബ്യൂട്ടി പാർലറൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അഞ്ജനയുടെ കുടുംബവും ഇവരുമായിട്ട് പിണക്കം മാറി അടുത്തു. അവർ നോക്കുമ്പോൾ മകൾ പോയ കുടുംബവും ആൾക്കാരും വളരെ നല്ലത്, അവളെ സ്വന്തം മകളെ പോലെയാണ് ആ അച്ഛനമ്മമാർ സ്നേഹിക്കുന്നത്. അപ്പോൾ മകളെടുത്ത തീരുമാനം തെറ്റിയില്ല എന്ന സന്തോഷം അവർക്കും ഉണ്ടായിരുന്നു. അഞ്ജനയ്ക്ക് ഒരു അനിയനുണ്ടായിരുന്നു. ആ അനിയനെ കൂടി ഈ വീട്ടിൽ നിർത്തി പഠിപ്പിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ പയ്യനും പ്രജ്വലിൻ്റെ വീട്ടിൽ താമസമായി. അങ്ങനെ ഇരിക്കെ ടിക്ടോക്കിൽ അഞ്ജന റീൽസൊക്കെ ഇടാൻ തുടങ്ങി. കാണാൻ നല്ല സുന്ദരി ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് നിറച്ച് ഫോളോവേഴ്സൊക്കെ കിട്ടി. ഇവളങ്ങ് വൈറലാവുകയാണ്. ഇതോടെ മോഡലിംഗ് രംഗത്തു നിന്നും കുറേയേറെ ഓഫറുകളൊക്കെ വരാൻ തുടങ്ങി. മോഡലിംഗ് ചെയ്യാനും പ്രജ്വലിൻ്റെ വീട്ടുകാർ പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. പതിയെ അഞ്ജന ബ്യൂട്ടി പാർലറൊക്കെ അടച്ചു പൂട്ടി മോഡലിംഗ് രംഗത്ത് സജീവമാകാൻ തുടങ്ങി. കൈ നിറച്ച് കാശ് വരാൻ തുടങ്ങി. പ്രജ്വലിനും അഞ്ജനയ്ക്കും അത്യാവശ്യം വരുമാനമൊക്കെ ആയി. അപ്പോൾ അവർ ചിന്തിക്കുകയാണ് കുറച്ചുകൂടി ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് കാനഡയിലേക്ക് ഷിഫ്റ്റ് ആയാലോ എന്ന്. പക്ഷെ അത് ഈ വീട്ടുകാരോട് പറയാൻ അവർക്കൊരു പേടിയായിരുന്നു. വീട്ടുകാരത് എങ്ങനെ എടുക്കുമെന്നറിയില്ലല്ലോ. എന്നാൽ ഇത് അറിഞ്ഞപ്പോൾ പാവം ആ അച്ഛനും അമ്മയും ആ കുടുംബം മുഴുവനും ഇവരുടെ നല്ല ഭാവിക്ക് വേണ്ടി ഇവരെ അതിനും സപ്പോർട്ട് ചെയ്യുകയാണ്. അവരുടെയൊക്കെ സമ്പാദ്യങ്ങൾ കുറേശ്ശെ ഇവരൊക്കെ ഇവരുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് സ്വരൂപിക്കാൻ തുടങ്ങി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ആ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതിന് കാരണം ഉജ്ജ്വലിൻ്റെ ഭാര്യയായിരുന്നു. അവൾക്ക് അഞ്ജനയെ തുടക്കത്തിൽ തന്നെ ഇഷ്ടമില്ലായിരുന്നു. ആ വീട്ടിലെ എല്ലാവരും ഒരേ കാസ്റ്റാണ്, അഞ്ജന മാത്രമാണ് വേറെ കാസ്റ്റ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അഞ്ജനയെ ഒട്ടും പിടിക്കാതെയായി. പക്ഷെ അവൾ ആ ഇഷ്ടക്കേടൊന്നും പുറത്ത് കാണിക്കാനേ പോയില്ല. എല്ലാവരെയും പോലെ അഞ്ജനയെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുകയായിരുന്നു. അഞ്ജനയുടെ ഈ വളർച്ചയും കൂടെ വന്നപ്പോൾ ഇവള് പ്രജ്വലിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാതിൽ
അഞ്ജനയുടെ കുറ്റങ്ങളും നുണയുമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കുറേ കേട്ടപ്പോൾ അതിൻ്റെ റിയാക്ഷൻസൊക്കെ ചെറിയ പ്രശ്നങ്ങളായി അഞ്ജനയ്ക്ക് ആ വീട്ടിൽ നേരിടേണ്ടി വന്നു. ഈ കാര്യങ്ങളെല്ലാം അഞ്ജന അവളുടെ അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നു. എന്നാൽ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അപ്പോഴും ഉജ്ജ്വലായിരുന്നു. കാരണം അയാൾ അഞ്ജനയ്ക്കൊരു ചേട്ടൻ്റെ കെയറിങ് ആണ് എപ്പോഴും കൊടുത്തിരുന്നത്. അഞ്ജനയുടെ അമ്മ അവളോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ കാനഡയിലേക്ക് പോകും. പിന്നെ ചേട്ടത്തിയുടെ കുത്തുതിരിപ്പൊന്നും ഇനി നിന്നെ ബാധിക്കില്ല. ഇപ്പോൾ ഇത് പരാതിയായി ആരോടും പറഞ്ഞ് അവിടെ ഒരു പ്രശ്നത്തിനൊന്നും നിൽക്കരുത്. എല്ലാവരോടും നല്ല സ്നേഹത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അഞ്ജന അതനുസരിച്ച് ഒരു പരാതിയും ആരോടും പറയാൻ പോയില്ല. പ്രജ്വലിനോട് പോലും ഇതൊന്നും പറയാൻ പോയില്ല. നാളുകൾ കടന്നുപോയി. 2019 മെയ് 9 വൈകുന്നേരം 3 മണിയായപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അഞ്ജനയുടെ മാതാപിതാക്കൾക്ക് ഒരു കോള് വരികയാണ്. വിളിച്ചത് പ്രജ്വലിൻ്റെ അമ്മയാണ്. അവർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം, ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അവർ കോൾ അങ്ങ് കട്ട് ചെയ്തു. ഇത് കേട്ട അഞ്ജനയുടെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. ഈ അഞ്ജനയുടെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ 2 മണിക്കൂർ മതി. എന്നാൽ ആ ദിവസം ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു റോഡിൽ. അത് കാരണം ഇവരവിടെ എത്തിയത് രാത്രി 10 മണിക്കാണ്. അവിടെ ചെല്ലുമ്പോൾ പുറത്ത് നിറച്ചു ആൾക്കാരും പോലീസും ബഹളവും ഒക്കെയാണ്. അഞ്ജനയുടെ അനിയൻ പുറത്തിരുന്ന് കരയുന്നു. പോലീസ് അഞ്ജനയുടെ അച്ഛനോട് റൂം വരെ ഒന്ന് വരണമെന്നും പറഞ്ഞ് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. ആ മനുഷ്യൻ മകളുടെ റൂമിൻ്റെ അടച്ചിട്ട വാതിൽ തുറന്നതും അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. കട്ടിലിൽ അഞ്ജനയുടെ ഇടത് കാലും ഇടത് കൈയും വേറിട്ട നിലയിൽ കിടക്കുന്നു. കഴുത്തിന് പകുതിയോളം മുറിവേറ്റ് അറുത്ത നിലയിലായിരുന്നു. ഇടുപ്പിന് താഴോട്ട് മുറിച്ചു മാറ്റിയ നിലയിലും. ദേഹമാസകലം വെട്ടിൻ്റെ പാടുകളും. ഇത് കണ്ടാൽ ആരാണ് ഞെട്ടാത്തത്? ആ അച്ഛൻ നിലവിളിച്ചുകൊണ്ട് മുറിക്കകത്ത് കയറാതെ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. പുറത്തിറങ്ങി അയാൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അഞ്ജനയുടെ അമ്മ നിലവിളിച്ചുകൊണ്ട് പോലീസിനോട് പറഞ്ഞു, സാർ, എൻ്റെ മകളെ ഈ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്നാണ് കൊന്നത്. ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. അപ്പോൾ പോലീസ് പറഞ്ഞു, എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറ്റം ഒരാൾ സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ. അതാരെന്നറിഞ്ഞപ്പോൾ ആ അച്ഛനും അമ്മയും ഞെട്ടിത്തരിച്ച് നിന്നുപോയി. അത് മറ്റാരുമല്ല, ഉജ്ജ്വലായിരുന്നു. അഞ്ജനയോട് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് പ്രജ്വലിൻ്റെ ചേട്ടനായ ഉജ്ജ്വൽ. സ്വന്തം ചേട്ടനെ കിട്ടിയ സന്തോഷമായിരുന്നു ഉജ്ജ്വലിനെ പറ്റി പറയുമ്പോൾ അഞ്ജനയ്ക്ക്. ഉജ്ജ്വലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അഞ്ജനയുടെ അമ്മ പോലീസിനോട് പറഞ്ഞത്, ഇവനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ സാറേ, ഇവൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യണം. ഇവളാണ് ഓരോന്നും പറഞ്ഞു കൊടുത്ത് പല പ്രശ്നങ്ങളും ഇവിടെ അഞ്ജനയ്ക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ പോലീസ് പറഞ്ഞത് ആ സ്ത്രീക്കെതിരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. പോലീസ് പറഞ്ഞത് ശരിയായിരുന്നു. ഇത് ചെയ്തത് ഉജ്ജ്വലാണെന്ന് അയാൾ സമ്മതിച്ചതാണ്. എന്തായാലും ഉജ്ജ്വലിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അയാളെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്തിന്, എപ്പോ ഈ കൊല ചെയ്തു എന്നാണ് പോലീസ് ആദ്യമേ ചോദിച്ചത്. അയാൾ അതിനുള്ള മറുപടി പറഞ്ഞത് കേട്ട് പോലീസ് വരെ സൈലൻ്റായി നിന്നു. അതെന്തെന്ന് പറയാം. ഈ ഉജ്ജ്വലിന് നമ്മൾ വിചാരിച്ചതുപോലെ അഞ്ജനയെ അത്ര ഇഷ്ടമൊന്നുമല്ലായിരുന്നു. തുടക്കം മുതലേ അഞ്ജനയെ ഇവന് തീരെ ഇഷ്ടമില്ലായിരുന്നു. അവളുടെ ജാതി വേറെ ആയത് തന്നെയാണ് കാരണം. പക്ഷേ ഇവൻ ഒരു ഇഷ്ടക്കേടും പുറത്ത് കാണിക്കാതെ നല്ലൊരു മൂത്ത ചേട്ടൻ ചമഞ്ഞ് ഇവരുടെ കല്യാണമൊക്കെ നടത്തി കൊടുത്തതാണ്. പിന്നീട് ഉജ്ജ്വല് പോലീസിനോട് പറഞ്ഞത് അഞ്ജനയുടെ സ്വഭാവം തീരെ പിടിക്കാത്തതായിരുന്നു എന്നാണ്. അഞ്ജന എല്ലാം മുഖത്തടിക്കുന്നത് പോലെ സംസാരിക്കുമായിരുന്നു. ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് വീട്ടിലുള്ളവരോട് സംസാരിക്കുന്നതും അവളോടുള്ള വെറുപ്പിന് കാരണമായി എന്നാണ്. അതുമാത്രമല്ല, ടിക്ടോക്കിൽ റീൽസ് ഇടുന്നതും മോഡലിംഗ് ചെയ്യാൻ വേണ്ടി ചെറിയ ഡ്രസ്സുകളൊക്കെ ധരിച്ചിരുന്നതും ഇവന് ആ കുട്ടിയോടുള്ള വെറുപ്പ് കൂട്ടിയിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് ഉജ്ജ്വലിന് അഞ്ജനയെ കൊല്ലണമെന്ന് തോന്നാൻ വേറൊരു കാരണം ഉണ്ടായതെന്നാണ് അയാൾ പറയുന്നത്. തൻ്റെ അനിയനെ തന്നിൽ നിന്നും തൻ്റെ കുടുംബത്തിൽ നിന്നും മാറ്റി കാനഡയിലേക്ക് കൊണ്ടുപോകാൻ അഞ്ജന ശ്രമിച്ചത് അവളെ കൊല്ലാതെ നിവൃത്തിയില്ല എന്ന് തീരുമാനിക്കാൻ കാരണം എന്നായിരുന്നു. അതിനായി അയാൾ 2 വർഷം പ്ലാൻ ചെയ്യുകയായിരുന്നു.
ഒരിഷ്ടക്കേടും പുറത്തു കാണിക്കാതെ അയാൾ അഭിനയിക്കുകയായിരുന്നു ഇത്രയും നാൾ. ഒടുവിൽ അതിനൊരവസരം ഒത്തുവന്നു. ഒരു ദിവസം വീട്ടിൽ അഞ്ജനയും ഉജ്ജ്വലും അമ്മയും മാത്രമുള്ള സമയമായിരുന്നു. മറ്റുള്ളവരാരും അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. പുറത്തുള്ള ടാങ്കിലെ പൈപ്പിൽ നിന്നും വെള്ളമെടുക്കാൻ അഞ്ജന താഴേക്ക് വരുന്നതും വെള്ളമെടുക്കുന്നതും ഇവൻ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണ്. വെള്ളമെടുത്ത് അഞ്ജന നേരെ മേളിലത്തെ അവളുടെ റൂമിലേക്ക് പോയി. സാധാരണ റൂം അകത്തു നിന്ന് ലോക്ക് ചെയ്താണ് അഞ്ജന ഇരിക്കുന്നത്. പക്ഷെ അന്ന് റൂം ലോക്ക് ചെയ്തില്ലായിരുന്നു. ഉജ്ജ്വല് നേരെ അടുക്കളയിൽ ചെന്ന് കുക്രി കത്തി എടുത്തു അഞ്ജനയെ കൊല്ലാൻ. കുക്രി കത്തി എന്നാൽ നേപ്പാളികൾ ഉപയോഗിക്കുന്ന ഷാർപ്പ് കത്തിയാണ്. ആടിനെയും മാടിനെയും ഒക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്യാനാണ് ഈ കത്തി കൂടുതലും അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഉജ്ജ്വൽ എടുത്ത കുക്രി കത്തി ചെറുതായിരുന്നത് കൊണ്ട് അയാൾ നേരെ അച്ഛൻ്റെ അമ്മയുടെയും റൂമിൽ ചെന്ന് അവിടെ അവരുടെ അലമാരയിലുള്ള ഒരു വലിയ കുക്രി കത്തി ഉണ്ടായിരുന്നത് എടുത്തുകൊണ്ട് വരികയാണ് അഞ്ജനയെ കൊല്ലാൻ. അഞ്ജനയുടെ റൂമിലേക്ക് കത്തിയുമായി വന്നപ്പോൾ അഞ്ജന ബെഡ്റൂമിൽ ഫോണ് കണ്ടുകൊണ്ട് ബെഡിൽ കിടക്കുകയായിരുന്നു. കത്തിയുമായി നിൽക്കുന്ന ഉജ്ജ്വലിനെ കണ്ടതും ചേട്ടൻ ഈ കത്തിയും കൊണ്ട് വന്നത് എന്തിന് എന്ന് അവൾ ചോദിച്ചു. ഉടനെ തന്നെ ഇവൻ ഈ കത്തി അവളുടെ നേരെ വീശാൻ തുടങ്ങി. 1-2 വെട്ടൊക്കെ ദേഹത്ത് കിട്ടിയതും അവൾ അടുത്ത വെട്ട് കൈകൊണ്ട് തടഞ്ഞു. അങ്ങനെ കൈ അറ്റുപോയി. വീണ്ടും കത്തി വീശിയപ്പോൾ കാലുകൊണ്ട് തടുക്കാൻ ശ്രമിച്ചപ്പോൾ കാലും അറ്റുപോയി. അങ്ങനെ ഇടത് കൈയും ഇടത് കാലും അറ്റുപോയ അഞ്ജനയുടെ നേരെ പിന്നെ അവൻ അങ്ങോട്ട് തലങ്ങും വിലങ്ങും വെട്ടാൻ തുടങ്ങി. ഒടുവിൽ മരണത്തോട് മല്ലിട്ട് കിടന്ന അഞ്ജനയെ ഇനി വച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി അവൻ കഴുത്തറക്കുകയാണ്. ചോര വാർന്ന അഞ്ജന മരിച്ചുവെന്ന് ഉറപ്പായ ശേഷം താഴേക്കിറങ്ങി വന്ന് അമ്മയോട് പറയുകയാണ്, ഞാൻ അവളെ അങ്ങ് തീർത്തു എന്ന്. അങ്ങനെയാണ് പോലീസ് പിന്നീട് വിവരം പറഞ്ഞെത്തുന്നത്. ഉജ്ജ്വലിൻ്റെ മാതാപിതാക്കള് മുന്തിയ വക്കീലിനെയൊക്കെ കൊണ്ട് കേസ് വാദിച്ച് മകനെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. കാരണം അയാൾ നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. എന്നിട്ടും അവർ മകനെ ഇറക്കാൻ വേണ്ടിയിട്ട് കേസ് നടത്തിക്കൊണ്ടിരുന്നു. തൻ്റെ മകന് മാനസിക രോഗമുണ്ടായിരുന്നു എന്ന് അവർ അറിയിച്ചു. പക്ഷേ പ്രജ്വല് അതിനെതിരെ കോടതിയിൽ സംസാരിച്ചു. തൻ്റെ ചേട്ടന് ഒരു കുഴപ്പവുമില്ല, അയാൾ മെൻ്റലി സ്റ്റേബിളാണ്, ഇത് വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞു. നേപ്പാൾ കോടതി ഉജ്ജ്വലിൻ്റെ കുടുംബക്കാർ പറഞ്ഞത് പാടെ തള്ളി. ആ കേസ് നടക്കുന്ന സമയത്തെല്ലാം പ്രജ്വൽ സ്വന്തം വീട്ടുകാർക്കെതിരെ നിന്ന് അഞ്ജനയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഉജ്ജ്വലിനങ്ങനെ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഉജ്ജ്വലിന് ശിക്ഷ കിട്ടിയ ശേഷം പ്രജ്വല് കാനഡയിലേക്ക് പോയി. ഇപ്പോഴും അയാൾ കാനഡയിലാണ്. മനുഷ്യർക്ക് ദേഷ്യം വരുമ്പോൾ അവരെന്താണ് ചെയ്യുക എന്നത് ഒരു പിടിയുമില്ല. ആ നേരത്താണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ക്രൈംസും നടക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.